പിലിക്കോട് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ ജനകീയ സമിതികൾ ഉണ്ടാകണമെന്ന് സ്പീക്കർ പറഞ്ഞു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ. ശ്രീശങ്കരാചാര്യ, ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുവാൻ മത്സരിക്കുന്ന രക്ഷിതാക്കളുടെ കാലത്ത് മികച്ച തരത്തിലുള്ള അക്കാദമിക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സർക്കാരിനോടൊപ്പം തന്നെ ഓരോ വിദ്യാലയത്തിൻ്റെ പുരോഗതിയിൽ നാട്ടിലെ ജനങ്ങൾക്കും അധ്യാപകർക്കും പങ്കുണ്ടെന്നും നാടുകളിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു ജനകീയ സമിതികൾ രൂപീകരിച്ച് കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലം, ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെമ്പാടും 5 കോടി രൂപയ്ക്ക്, 3 കോടി രൂപയ്ക്ക്, 1 കോടി രൂപയ്ക്ക്, ഒപ്പം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് തുടങ്ങിയ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും നിരവധി കെട്ടിടങ്ങളുടെ പരിഷ്കരണം നടത്തുന്നുള്ളതാണ്. കാരണം പുതിയ കാലാണ്. പഴയതുപോലെ മക്കളൊന്നും കുറയില്ല. 4, 5, 6 മക്കൾ ആർക്കുമില്ല. ഉള്ളത് 2, 1 ഈ 2, 1 മക്കളുടെ രക്ഷിതാക്കൾ എങ്ങനെയെങ്കിലും മക്കൾ ഒന്നും വിടൂല. നീ എങ്ങനെയെങ്കിലും പോയി പഠിച്ചിട്ട് വാ എന്ന രീതിയിൽ അവർ ചിന്തിക്കില്ല. അവരാഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ഭൗതിക പശ്ചാത്തലമുള്ള, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥാപനത്തിലേക്ക് മക്കൾ അയക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു പറഞ്ഞ 52 കുട്ടികളാണ്. ക്യാച്ച്മെന്റ് ഏരിയ കുറവാണ്. ഒരു ക്യാച്ച്മെന്റും ഇല്ല. നല്ല നിലയിൽ ഇവിടെ നിന്നും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നു എന്ന സന്ദേശം പുറത്തേക്ക് പോയാൽ ക്യാച്ച്മെന്റ് ഏരിയയ്ക്ക് മറികടന്നാണ് ഇങ്ങോട്ടേക്ക് വരും. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. സജിത്ത് വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക C. ശോഭന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. കൃഷ്ണൻ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സുലോചന, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MB സുജാത, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. ബജിത്ത്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ, വിദ്യാകരണം കോർഡിനേറ്റർ M. സുനിൽകുമാർ, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തെരിയൻ, BRC കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, ഡയറ്റ് ഫാക്കൽറ്റി അംഗം A. പ്രസന്ന, P. കുഞ്ഞിക്കണ്ണൻ, MP മനോഹരൻ, C. ഭരതൻ, AV കുഞ്ഞികൃഷ്ണൻ, സ്കൂൾ വികസന സമിതി വൈസ് ചെയർമാൻ V. രാജീവൻ, മദർ PTA പ്രസിഡന്റ് M. സുജിത തുടങ്ങിയവർ പങ്കെടുത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി സ്വാഗതവും PTA പ്രസിഡന്റ് K. പ്രജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.